നമസ്കാരം ഗൈസ്. അങ്ങനെ ഡേ 3 ഓഫ് അവർ ട്രേഡിംഗ് ചാലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്ന് 6:30 എണീക്കാൻ പറ്റിയില്ല, അലാം വയ്ക്കാൻ മറന്നുപോയി. സോ എണീറ്റപ്പോൾ കുറച്ച് ലേറ്റായി. എന്നാലും നമ്മുടെ പേപ്പർ വായന തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ പേപ്പർ എടുത്ത് നമ്മൾ സ്ഥിരം ഇരിക്കുന്ന സ്പോട്ടിൽ പോയിരുന്ന് പേപ്പർ വായന തുടങ്ങി. അങ്ങനെ പേപ്പർ വായന പതിയെ ശീലമായി തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ബിസിനസ് ന്യൂസുകളും ഈ ട്രേഡ് മാർക്കറ്റ്, ഷെയർ മാർക്കറ്റ് ന്യൂസൊക്കെ പ്രത്യേകിച്ച്. അങ്ങനെ കൂലിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും ബീഫായിരുന്നു. സോ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും സ്കിപ്പാക്കില്ലല്ലോ. അല്ലെങ്കിലും അമ്മമാർ വെച്ച് തരുന്ന ഫുഡിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. അങ്ങനെ ഇന്ന് നമ്മൾ ട്രേഡിങ്ങിന് പോകാമെന്ന് വെച്ചത് നമ്മുടെ സൈക്കിളുമ്മയാണ്. എന്നും ഈ ബൈക്കുമ്പോൾ പോയി ഞാൻ ഇത്തിരി വണ്ണം വെച്ചോ എന്നൊരു ഡൗട്ട്. വണ്ണം വെച്ചോ ഡൗട്ടല്ല, വണ്ണം വെച്ചിട്ടുണ്ട്. സോ ഇതൊരു എക്സസൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ സൈക്കിൾ എടുത്തിട്ട് നേരെ നമ്മുടെ ഓഫീസിലേക്ക് പോയി. ഈ ട്രേഡിംഗ് ഓഫീസ് എൻ്റെ വീട്ടിൽ നിന്നൊരു 1.5 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ സൈക്കിൾ ചവിട്ടിക്കൊണ്ടാണെന്ന് തോന്നുന്നു അത് ഒരുപാട് ദൂരം പോലെ ഫീൽ ആവുന്നു. ഈ സൈക്കിളിൽ പോകുമ്പോൾ നമുക്ക് പഴയ നൊസ്റ്റാലജിയൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ സൈക്കിൾ ചവിട്ടി ഫീലൊക്കെ ആയിരുന്നു എനിക്ക് ഇന്ന് ചവിട്ടി പോകുമ്പോൾ. ഈ ബാഗിലൊക്കെ നിറച്ച ബുക്സൊക്കെ വെച്ച് ഈ 5-8 കിലോമീറ്ററൊക്കെ അന്ന് ചവിട്ടാറുണ്ട്. അന്നൊക്കെ നല്ല ഫിറ്റായിരുന്നു. ഇപ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു. അങ്ങനെ നമ്മൾ ചവിട്ടി നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റും അതിൻ്റെ അപ്പും ഡൗണൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്ട്രാറ്റജി എപ്പോൾ വർക്ക് ആവുന്നു അപ്പം നമ്മൾ എൻട്രി ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ നമ്മൾ സ്ട്രാറ്റജി കിട്ടി കഴിഞ്ഞ സമയത്ത് നമ്മൾ പെർഫെക്റ്റ് എൻട്രി കൊടുത്തു. നമ്മൾ കൂടുതലും ബാങ്ക് നിഫ്റ്റിയിലാണ് ചെയ്യാറ്. ഇന്നത്തെ നമ്മുടെ സ്ട്രാറ്റജി 100% വർക്കിംഗ് ആയിരുന്നു. കുറേ പേര് എൻ്റെ അടുത്ത് ഈ ഓപ്ഷൻ ചെയ്യുമ്പോൾ ചേട്ടൻ്റെ ബഡ്ജറ്റ് എത്രയാണെന്ന് വെച്ചു. ഇന്ന് ഈ ട്രേഡ് എടുക്കാൻ എൻ്റെ എക്സ്പെൻസ് ബിലോ 6,000 ആയിരുന്നു. സോ ഓപ്ഷൻ ചെയ്യാൻ ഒരുപാട് പൈസ വേണ്ടെന്ന് മനസ്സിലായി. സോ എൻ്റെ ഇന്നത്തെ പ്രോഫിറ്റ് അറൗണ്ട് 3,800 ആയിരുന്നു. ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു. കാരണം 6,000 മുടക്കി എനിക്കൊരു 3,800 റേഞ്ച് കിട്ടാമെന്ന് പറഞ്ഞാൽ അത് അടിപൊളിയാണ്. ഇന്നത്തെ ആ ട്രേഡ് ഞങ്ങളുടെ എൻഡ് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശരത്താണ് അറൗണ്ട് 2,900 റേഞ്ചിലും ഞങ്ങളുടെ ആശാന് അറൗണ്ട് 2,600 റേഞ്ചിലും ഞങ്ങളുടെ ആ ട്രേഡ് ഞങ്ങൾ എൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ 3 പേരും നല്ല ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഹാപ്പിയൊക്കെ ആയിരിക്കുന്ന സമയത്താണ് നല്ലൊരു കിടില മഴ പെയ്തത്. പണ്ട് ആരോ പറഞ്ഞ പോലെ മഴയെ അങ്ങനെ വെറുതെ വിടരുത്, ആസ്വദിക്കണം. സോ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചില്ല. ഞാൻ എൻ്റെ ട്രേഡിങ്ങൊക്കെ കുറച്ച് നേരം മാറ്റി വെച്ച് ആ മഴയും ആ പാടവും ആ വൈബൊക്കെ അങ്ങ് കണ്ട് ആസ്വദിച്ചു. നമുക്ക് ചിലപ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് കണ്ട് തന്നെ അറിയണം. അങ്ങനെ നല്ല അടിപൊളി മഴയും ചെറിയ ക്യാരംസ് കളിയൊക്കെ ആയിട്ട് ഞങ്ങൾ ട്രേഡിംഗ് പരിപാടി അങ്ങനെ മുന്നോട്ട് പോയി. ഇന്ന് പ്രത്യേകിച്ച് വേറൊരു ട്രേഡ് കിട്ടാത്ത കാരണം ഞങ്ങൾ നൈസായിട്ട് ഇന്ന് അവിടെ നിന്ന് ഇറങ്ങി. ഇന്ന് തിരിച്ച് സൈക്കിൾ ചവിട്ടി വീട്ടിൽ പോകുമ്പോൾ കുറച്ച് ഉഷാറുണ്ട്. പൈസ കിട്ടിയ കാരണമായിരിക്കും. ബ്രോ ഭയങ്കര അഡ്വഞ്ചറായിട്ട് പുഴയക്കോടെയൊക്കെയാണല്ലോ സൈക്കിൾ ഓട്ടണേ എന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റ്. ഇത് പുഴയല്ല മക്കളെ, ഇതാണ് ഇവിടുത്തെ റോഡ്. ഒരു മഴ പെയ്ത് കഴിഞ്ഞുള്ള അവസ്ഥ ഇതാണ്. എന്താലേ ആരോട് പറയാൻ. അങ്ങനെ വീടെത്തി കഴിഞ്ഞപ്പോൾ അമ്മ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായി. എന്നാൽ സ്നാക്ക് പഴംപൊരിയൊക്കെ കഴിച്ച് ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്നു. ഇന്ന് എല്ലാ ദിവസത്തെ പോലെ ക്രിക്കറ്റ് ആയിരുന്നില്ല. ഇന്ന് ചാലക്കുടിയിൽ ഞങ്ങൾക്കൊരു ടർഫിൽ മാച്ച് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി മാച്ചായിരുന്നു കേട്ടോ. സംഭവം നമ്മൾ തോറ്റുവെങ്കിലും നല്ല ടീം സ്പിരിറ്റായിട്ട് നമ്മൾ കളിച്ചു. അങ്ങനെ ഇന്നത്തെ ഡേ ഞാനിവിടെ എൻഡ് ചെയ്യുന്നു. ഇതുപോലത്തെ കുട്ടി വ്ളോഗ്സിനും നമ്മുടെ ബാക്കി ട്രേഡിംഗ് ചാലഞ്ചിനും വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ശുഭദിനം.